എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരുന്നു. എന്താ മോനെ, ഇന്നിപ്പോൾ പോകാൻ കഴിയണവരില്ലല്ലേ? സിഫ വൃത്തിയൊക്കെയല്ലേ അക്കോ? ഇന്നിപ്പോൾ ഏതായാലും കാലാവസ്ഥ വളരെ മോശമാണ്. എന്തെങ്കിലുമല്ലേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയങ്ങളാണ് ഈ പോകുന്നതൊക്കെ. ഇന്ന് വീട്ടിൽ പോകാൻ കഴിയില്ല, കാരണം കണ്ടില്ല കല്ലിൻ്റെ മുകളിൽ തിരടിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ നമുക്ക് തിരിച്ചു പോകല്ലേ? ഇന്ന് പുലർച്ചെ നേരത്തെ എല്ലാവരും വന്നതാണ്. വന്ന പാട് നമുക്ക് 2 വള്ളക്കാർ ഇവിടുന്ന് കയ്യിൽ നിന്ന് ചാടിച്ചിട്ട് കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് പിന്നെ കടൽക്ഷോഭം വന്നു. പെട്ടെന്ന് തന്നെ കരക്ക് വന്നു. എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കടിച്ച് തൂങ്ങേണ്ടി വരും. ഇപ്പം തന്നെ 2 മരണങ്ങൾ നടന്നു. പിന്നെ 2 തോണി പൊളിഞ്ഞ് ഇതൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പേടിച്ചിട്ടാണ്. മത്സ്യത്തൊഴിലാളി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആണ് റഫ് സീസൺ. റഫ് എന്ന് പറയുമ്പോൾ കടൽ ശോഭമായിട്ടുള്ള സമയമാണെങ്കിലും അതിനെ അതിജീവിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് കടലിൽ പോകുന്നതെങ്കിലും മീൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വില കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കടങ്ങളും ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റാവുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞത്. അത് ജൂൺ മാസം ഇപ്പോൾ തീരാനായി. അപ്പം മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ടൈം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ വേണ്ടി പോകുന്ന സമയങ്ങളിൽ സാധാരണ ഇപ്പം പ്രളയവും മറ്റൊക്കെ ഉണ്ടായത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കാറ്റുമഴകളൊക്കെ ഉണ്ടായത്. ആ ഒരു അന്തരീക്ഷം കൂടെ വന്നാൽ ഇനി ഇതിനേക്കാളേറെ പ്രയാസങ്ങളിലേക്കാണ് മത്സ്യത്തൊഴിലാളി പോകുന്നത്. പല ആളുകളും കിട്ടാവുന്ന ആളുകളൊക്കെ കടം വാങ്ങിയിട്ടും ബാങ്കിൽ നിന്ന് ചെറിയ ലോണുകൾ, പിന്നെ ഏറെക്കുറെയൊക്കെ സ്ത്രീകൾ കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ലോണ് വാങ്ങിയിട്ടൊക്കെ ആണ് ജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെയുള്ള നല്ലൊരു ശതമാനം ആളുകൾ മത്സ്യത്തൊഴിലാളിൻ്റെയും വീട്ടിലെ ഡോക്യുമെൻ്റ് ഭദ്രമായിട്ട് ബാങ്കിലുള്ളത്. ആരെയും വീട്ടിൽ സാധനം ഉണ്ടാവില്ല. ബഹുഭൂരിപക്ഷം ആളുകളുടെയും ആധാരങ്ങൾ ശരിക്കും ബാങ്കിലുണ്ട്. കാരണം അത് പണയം വെച്ചിട്ടൊക്കെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഈ തോണിയും വല ഇതൊക്കെ വാങ്ങുന്നതും. മറ്റുള്ള ഏത് പണിക്കും നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത കൂലിയുണ്ട്. ഒരു 700 രൂപ ആണെങ്കിൽ ഒരു 800 രൂപ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ആ 800 രൂപ നമുക്ക് വാങ്ങിയിട്ട് വരാം. മത്സ്യത്തൊഴിലാളിനെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് നമ്മളൊക്കെ പിന്നെ കുറേ ആളുകൾ കിടന്നുറങ്ങുമ്പോഴേക്കാക്കി നമ്മൾ ഉറങ്ങിണിച്ച് വരുന്നത്. ഈ 4 മണിക്ക് പണിക്ക് പോയിട്ട് ചിലപ്പോൾ രാത്രി 10 മണി വരെ പണിയെടുത്ത് നിരാശയോടുകൂടി തിരിച്ചു വരുന്ന ദിവസങ്ങളുണ്ട്, 10 പൈസ പോലും കിട്ടാതെ. അപ്പം കടൽപ്പണിൻ്റെ പ്രത്യേകത അതാണ്, ഒരു നിശ്ചിതമായ കൂലി ഇല്ല. വലയൊക്കെ സെറ്റാക്കുന്ന കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞാൽ പോകാനുള്ള പ്രതീക്ഷയിൽ ചെയ്തൊക്കെയാണ്. ഇപ്പോൾ ഏതായാലും ഈ പണി നടക്കുന്ന സമയങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഉള്ള സമയങ്ങളിൽ വലൻ്റെ പണികളൊക്കെ തീർത്ത് റെഡിയാക്കി വെക്കാം പ്രതീക്ഷയാണ്. വീട്ടിലേക്ക് പോകുന്നത് നാളെ എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ, നാളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോകാനല്ല, കാത്തിരിക്കുകയാണ്. ഒരു നല്ലൊരു നാൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ. ജോൺ ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.